ഈ മലയാള മണ്ണിന് 9 വർഷത്തോളമായി രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന മനോഹരമായ പ്രമേയം വളരെ പ്രസക്തമായ പ്രമേയം കേരളത്തിന്റെ മണ്ണിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ഈ നഗരി നിറഞ്ഞു കവിഞ്ഞ പ്രവിശാലമായ സദസ്സാണ്. മലപ്പുറം ജില്ലയിലെ 16 മേഖലകൾ മാത്രം ഒരുമിച്ചുകൂടിയ ഈ ജാലികയിൽ നിങ്ങൾ ആവേശത്തോടുകൂടെ തടിച്ചുകൂടിയിട്ടുള്ളത്. റോഡിൽ ആളുകൾ വാഹനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുണ്ട് എന്ന് ഇവിടെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകർ വളരെ സന്തോഷത്തോടുകൂടെ ഈ വേദിയിലേക്ക് ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പരമാവധി സഹകരിക്കണം, യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഓരോ ജാലികയിലും ഈ പ്രമേയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKSSFന്റെ വളരെ പ്രാധാന്യമുള്ള ഒരു ലക്ഷ്യം ഈ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഓരോ വർഷവും ഈ പ്രമേയം പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി ഈ വിശാലമായ സദസ്സ് തന്നെ അതിന് വളരെ വലിയ തെളിവാണ്. സാധാരണ മലപ്പുറം ജില്ലയിൽ ഒരു കേന്ദ്രത്തിൽ ജാലിക നടത്താറുള്ളത് ഈ വർഷം 2 കേന്ദ്രത്തിലായിട്ട് കൂടി ആയിരക്കണക്കിന് നമ്മുടെ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ വളരെ ആവേശത്തോടുകൂടെ തടിച്ചുകൂടി എന്നത് SKSSFന്റെ മനുഷ്യജാലികയും ഈ പ്രമേയവും ഓരോ വർഷം കഴിയുന്തോറും പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. ഇത് വളരെ ശക്തമായ ഒരു താക്കീതാണ്. പ്രിയങ്കരനായ KP രാമനുണ്ണി ഈ സദസ്സിൽ പറഞ്ഞതുപോലെ, ഈ രാജ്യത്തെ വിഴുങ്ങിക്കളയാം എന്നാഗ്രഹിക്കുന്ന ഫാഷിസ്റ്റ് ദുർഭൂതങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിം യുവജനതയുടെ ശക്തമായ ഒരു താക്കീതാണിത്. കേവലം ഗുജറാത്തിന്റെ ഇട്ടാവട്ടത്ത് ആയിരക്കണക്കിന് പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ കൊന്നൊടുക്കി എന്ന ഒരു യോഗ്യത നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രവിശാലമായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണച്ചെങ്കോലേന്താൻ നരേന്ദ്രമോദിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് ദുർഭൂതങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഒരിക്കലും ഈ രാജ്യത്ത് അനുവദിക്കില്ല എന്ന ശക്തമായ പ്രഖ്യാപനമാണ് ഈ മനുഷ്യജാലിക വളരെ പ്രധാനമായി 31 കേന്ദ്രങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓരോ ജാലികയിലും ജാലികയോട് അനുബന്ധമായ പരിപാടികളിലുമൊക്കെ ഞങ്ങൾ ഊന്നിപ്പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ന് ലോകത്ത് തന്നെ വർഗീയതയും ഫാഷിസവും തീവ്രവാദവും ഭീകരതയും ഒരു കച്ചവടച്ചരക്കാക്കിയ ചില നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി പണമുണ്ടാക്കാനുള്ള വഴിയായും അധികാര കസേരകളിലേക്കുള്ള എളുപ്പവഴിയായും വർഗീയതയും തീവ്രവാദവും മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ഏത് മതവിഭാഗങ്ങളിലെ സംഘടനകളാണെങ്കിലും അവരെ പൊളിച്ചെഴുതാനും അവരുടെ ഉള്ളിലിരിപ്പ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും പ്രത്യേകിച്ച് കേരളക്കരയിൽ വളർന്നു വരാൻ ആഗ്രഹിച്ച പല തീവ്രവാദ സംഘടനകൾക്കും 9 വർഷക്കാലമായി മനുഷ്യജാലികയിലൂടെയും അതിനു മുമ്പും തുടങ്ങിയ SKSSFന്റെ ശക്തമായ ഈ പ്രചാരണം അതിന്റെ ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തീവ്രവാദ സംഘടന, ഇവിടെ നേരത്തെ പ്രതിജ്ഞയിലും മുദ്രാവാക്യത്തിലുമൊക്കെ സൂചിപ്പിച്ച ഒരു വാക്കുണ്ട്. തീവ്രവാദത്തിന് എതിരെ പറഞ്ഞപ്പോ കേരളത്തിൽ വന്ന NDF എന്ന ഒരു സംഘടന, പോപ്പുലർ ഫ്രണ്ടായാലും രാഷ്ട്രീയത്തിന്റെ കുപ്പായമിട്ടാലും, പക്ഷേ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം. പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും കേരളത്തിലെ
ഒന്നാം തരം ഒരു കൊട്ടേഷൻ സംഘമായി പ്രവർത്തിക്കേണ്ട ഗതികേടാണ് ഇന്ന് കേരളത്തിലെ തീവ്രവാദ സംഘടനക്കുള്ളത്. സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും അവർക്ക് ഒന്നും ചെയ്യാൻ സാധില്ല. കാവലാളുകൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച് കടന്നുവന്ന് പല മേഖലകളിലും അസ്വാരസ്യങ്ങളും വർഗീയതയും തീവ്രവാദവും ഉണ്ടാക്കാൻ ശ്രമിച്ച് സമുദായത്തെ, മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം യുവാക്കളെ പിറകെ സിന്ദാബാദ് വിളിക്കാൻ കിട്ടാതെ വരുമ്പോ, അല്ലെങ്കിൽ ഫാഷിസത്തിനെതിരെ അവരുടെ ഒരു സമരവും വിജയിക്കാതെ പോകുമ്പോ, ഇപ്പോൾ പല മേഖലകളിലും കൊട്ടേഷൻ സംഘമായി പല കാര്യവും ഏറ്റെടുത്ത് അതിന് സമർത്ഥമായി ലക്ഷങ്ങൾ കൈമടക്ക് വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഘമായി അവർ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ മണ്ണിൽ തീവ്രവാദം കൊണ്ടും വർഗീയത കൊണ്ടുമുള്ള ഈ ചെപ്പടി വിദ്യകൾ, ഈ അമ്മാനമാടലുകൾ ഒരിക്കലും നടത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്തയുടെ ആലിമീങ്ങളും പാണക്കാട്ട് തറവാട്ടിലെ നായകന്മാരും ആ നായകന്മാരുടെ ആഹ്വാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന SKSSFന്റെ തുണക്കുട്ടികളും ഒരിക്കലും സമ്മതിക്കില്ല എന്നതുകൊണ്ടാണ്. ഇവിടെ മുദ്രാവാക്യത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാണക്കാട്ട് രാജാക്കന്മാർ ഇവിടെ പടുത്തുയർത്തിയ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ സംരക്ഷണത്തിന്റെ കോട്ടക്കുള്ളിൽ കേരളത്തിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും സുരക്ഷിതരാണ്. ശബരിമലയിലേക്ക് പോകുന്ന പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോരയിൽ പിറന്ന അവിടുത്തെ പേരക്കുട്ടികളായ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ മഹാന്മാരായ നായകന്മാരാണ്. ശബരിമലയിലേക്ക് പോകുന്ന 2 ചെറുപ്പക്കാര് വാഹനാപകടത്തിൽ മരണപ്പെട്ടപ്പോ ആ വീട്ടിലേക്ക് ഓടിയെത്തിയത് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളായിരുന്നു. ആ ചെറുപ്പക്കാരുടെ അയ്യപ്പ ഭക്തന്മാരായ യുവാക്കളുടെ മുത്തച്ഛൻ തങ്ങളെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത്, എന്റെ പേരമക്കൾക്ക് മോക്ഷം കിട്ടാൻ തങ്ങളെ തങ്ങളുടെ ഈ ഒരു വരവ് മതി എന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങളോട് പറഞ്ഞ മുത്തച്ഛൻ 2 ആംബുലൻസുകളിലായി തന്റെ പേരക്കുട്ടികളുടെ മൃതശരീരങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ പോലും ആ മുത്തച്ഛൻ അത്ര വികാരത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞില്ല. കേരളത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട്ട് കുടുംബവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകന്മാരും നിലനിർത്തിയ ഒരു മതസൗഹാർദ്ദത്തിന്റെ വിശുദ്ധമായ പാരമ്പര്യമുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാണക്കാട് നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്. എല്ലാ ആളുകളും, നാനാജാതി മതവിഭാഗങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ അവരുടെ വേദനകൾ പറയാൻ, അവരുടെ രോഗങ്ങൾ പറയാൻ, ആവലാതികൾ ബോധിപ്പിക്കാൻ, കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, എല്ലാ കാര്യത്തിനും പാണക്കാട്ട് തറവാട്ടിലേക്ക് ഓടിയെത്തുമ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന ഒരു ചൊവ്വാഴ്ച ആ വട്ടമേശക്ക് ചുറ്റുഭാഗത്ത് നിറയെ ജനങ്ങളെ തടിച്ചുകൂടിയിട്ടുണ്ട്. തങ്ങൾ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്, ജനങ്ങളുടെ വേദനകൾ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് കൊടപ്പരക്കൽ തറവാട്ടിലേക്ക് ഒരു പുതിയ ഓട്ടോറിക്ഷ, ഒരു പുത്തൻ ഓട്ടോറിക്ഷ കയറി വരുന്നത്. ഓട്ടോ ഡ്രൈവർ കാവ്യ തുണി കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ സിറ്റൌട്ടിലേക്ക് കയറി. എന്നിട്ട് തന്റെ അവകാശത്തോടെ, അധികാരത്തോടുകൂടെ പറഞ്ഞു, തങ്ങളുപ്പാപ്പ ഇത് ഞാൻ നീലകണ്ഠനാണ്, തങ്ങളുപ്പാപ്പ ഇത് ഞാൻ നീലകണ്ഠനാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് പരിചയമുള്ള, തങ്ങളുടെ വീട്ടിൽ കടന്നു വന്നങ്ങനെ പറയാൻ അധികാരമുള്ള നീലകണ്ഠൻ പറഞ്ഞു, തങ്ങളുപ്പാപ്പ ഞാനൊരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ടുണ്ട്, എന്റെ അമ്മയെ, എന്റെ അച്ഛനെ, എന്റെ കുടുംബത്തെ പോറ്റാൻ, എന്റെ ഉപജീവന മാർഗത്തിന് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരണം. ഈ തറവാട്ട് മുറ്റത്ത് നിന്ന് എന്റെ ഉപജീവന മാർഗം, എന്റെ ഓട്ടോറിക്ഷയുടെ ഓട്ടം ആരംഭിക്കണം എന്ന് പറഞ്ഞ് നീലകണ്ഠൻ എന്ന ചെറുപ്പക്കാരൻ പറയുമ്പോ തടിച്ചുകൂടിയ ആളുകളോട് 1 മിനിറ്റ് സമ്മതം വാങ്ങി തങ്ങൾ മുറ്റത്തേക്കിറങ്ങി. നീലകണ്ഠന്റെ പുത്തൻ ഓട്ടോറിക്ഷയുടെ മുൻസീറ്റിൽ കയറിയിരുന്നു. വണ്ടിയുടെ താക്കോല് വാങ്ങി സ്റ്റാർട്ട് ചെയ്തു കൊടുത്ത് എത്രയാണെന്ന് നോക്കാതെ തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം നീലകണ്ഠന്റെ പോക്കറ്റിലിട്ട് തോളത്ത് തട്ടിയിട്ട് തമാശ തെപ്പിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ അശ്രുഗണങ്ങൾ കണ്ണിൽ നിന്ന് പൊഴിച്ച് നീലകണ്ഠന്റെ ഓട്ടോറിക്ഷ പാണക്കാട്ട് നിന്ന് പ്രയാണം ആരംഭിക്കുമ്പോ ഈ സ്നേഹം, ഈ സൗഹൃദം, ഈ സൗഹൃദത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ
ഏറ്റവും അതിന്റെ വെണ്മയും വെളിച്ചവും അതിന്റെ പരിമളവും അതിന്റെ ഏറ്റവും മനോഹരമായ രുചിയും കേരളത്തിലെ എല്ലാ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിന്റെ ഗോപുര കവാടം കത്തിച്ച് ചാമ്പലാക്കി വർഗപ്രശ്നമുണ്ടാക്കാൻ ചില സാമൂഹ്യ ദ്രോഹികൾ ശ്രമിച്ചപ്പോ ഞങ്ങളുടെ MLA, പ്രിയങ്കരനായ പട്ടാമ്പി MLA CP എന്ന് പറഞ്ഞു. ഞാൻ അങ്ങാടിപ്പുറത്തേക്ക് എത്തിയപ്പോ ഞാൻ എത്തുന്നതിന് മുമ്പ് തൊട്ടടുത്ത് കൂടുതൽ യാത്ര ചെയ്യേണ്ട CPക്ക് അങ്ങാടിപ്പുറത്തേക്ക്, പക്ഷേ ഞാൻ എത്തുന്നതിന് മുമ്പ് പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ എത്തിയിരുന്നു. BJPയോട് ശ്രീധരൻപിള്ള പറഞ്ഞു, ഞാൻ എത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളെത്തിയിരുന്നു. കുമ്മനത്തിൽ പോലും പറയാനുണ്ടായത് ഞങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പ് പാണക്ക മതസൗഹാർദ്ദത്തിന്റെ നായകൻ അങ്ങോട്ട് കടന്നു വന്നിരുന്നു എന്നതാണ്. പാണക്കാട്ട് കുടുംബം അവർക്ക് പാരമ്പര്യമായി കിട്ടിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നായകന്മാർക്ക് പാരമ്പര്യമായി കിട്ടിയ ഈ മതസൗഹാർദ്ദത്തിന്റെ വിശുദ്ധമായ അവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന പാരമ്പര്യം റഈസുൽ മുഹദ്ദിഖീൻ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദിനെ പൊന്നുപോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ, കരകഷ്ണത്തെ പോലെ വാഴക്കാട്ടെ പരിസര പ്രദേശങ്ങളിലെ ഹിന്ദു ജനങ്ങൾ സ്നേഹിച്ചത് മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന്റെ ദിവസം ആയിരക്കണക്കിന് ഹിന്ദു സഹോദരീ സഹോദരന്മാർ വാഴക്കാട്ടും എടവണ്ണപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും അന്ന് ജോലിക്ക് പോലും പോകാതെ, പണിക്ക് പോലും പോകാതെ കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന്റെ ദിവസം അവരൊക്കെ കണ്ണുനീരോടുകൂടെ പങ്കെടുത്തു എന്നത് കേവലം കണ്ണിയത്ത് ഉസ്താദിന് വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കാൻ അവരുടെ അമ്പലത്തിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യേണ്ടി വന്നിട്ടുകൂടി അവര് ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, ആ നാട്ടിലെ ഹിന്ദു ജനങ്ങൾ കൈക്കോട്ടും മൺവെട്ടിയും പിക്കാസും കയ്യിലെടുത്തുകൊണ്ട് അവര് കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുത്തത് കേവലം മതസൗഹാർദ്ദത്തിന് വേണ്ടി എന്തെങ്കിലും പ്രഹസനങ്ങൾ, കാട്ടിക്കൂട്ടലുകൾ ഉണ്ടായതിന്റെ പേരിലായിരുന്നില്ല. ഇവിടെ ഞങ്ങൾ പറയുന്നത്, സമസ്ത പറയുന്നത്, SKSF പറയുന്നത്, ഭാരതം എന്റെ രാജ്യമാണ്, ഭാരതീയരെല്ലാം എന്റെ സഹോദരീ സഹോദരന്മാരാണ് എന്നത് സ്കൂളിന്റെ അസംബ്ലി മുറ്റത്ത് ശക്തമായ പൊരിവെയിലത്ത് പാവപ്പെട്ട പിഞ്ചോമന മക്കൾ അർത്ഥമറിയാതെ ചൊല്ലിപ്പോകുന്ന, പറഞ്ഞു പോകുന്ന ചില വെറും വാക്കുകളായിത്തീരരുത്. ഭാരതം എന്റെ രാജ്യമാണ്, ഭാരതീയരെല്ലാം എന്റെ സഹോദരീ സഹോദരന്മാരാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് മലയാളി മക്കൾക്ക്, മലയാളികളായ വിദ്യാർത്ഥികൾക്ക് മദ്രസയിലെ പാഠപുസ്തകത്തിലൂടെ ഹുബ്ബുൽ വത്തൻ എന്ന പാഠം പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 3ാം ക്ലാസ്സിലെ അഖ്ലാഖിൽ കേവലം 10 പാഠങ്ങളാണുള്ളത്. അതിലെ ഒരു അധ്യായം, ഒരു പാഠം മുഴുവനായി കുഞ്ഞുമക്കൾക്ക് പഠിപ്പിക്കുന്നത് ഈ രാജ്യത്തോടുള്ള ഹുബ്ബ്, രാജ്യത്തോടുള്ള സ്നേഹം, അത് കേവലം കാട്ടിക്കൂട്ടലുകൾക്കപ്പുറം ഈ രാജ്യക്കാരോടുള്ള സൗഹൃദം അത് ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതായി തീരണം. കേവലം ഒരു മതസൗഹാർദ്ദ ജാഥയുടെ മുന്നിൽ ഒരു പണ്ഡിതന്റെ, മുസ്ലിം പണ്ഡിതന്റെ ഒരു കുട്ടിയും ഒരച്ഛന്റെ വേഷത്തിൽ മറ്റൊരു കുട്ടിയും, കാഷായ വേഷമണിഞ്ഞ ഒരു സ്വാമിയുടെ വേഷത്തിൽ ഒരു കുഞ്ഞും, 3 കുട്ടികൾ പ്രച്ഛന്ന വേഷം അണിഞ്ഞാൽ മതസൗഹാർദ്ദമുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ബസിന്റെ മുന്നിൽ ഗുരുവായൂരപ്പന്റെ ഒരു ചിത്രവും പുണ്യമായ കാബാലയത്തിന്റെ മറ്റൊരു ഫോട്ടോയും യേശുക്രിസ്തുവിന്റെ ഒരു ചിത്രവും വെച്ച് ഒരു മുല്ലപ്പൂമാല ചാർത്തിവെച്ചാലും മതസൗഹാർദ്ദമുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇസ്ലാം പറയുന്ന മതസൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദമാണ്, മാനവിക സൗഹൃദമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ മാനവികതയോടെ മതത്തിന്റെ വിശുദ്ധമായ സൗഹൃദം. ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ മാനവിക സൗഹാർദ്ദം, ഏറ്റവും വലിയ മനുഷ്യ സൗഹാർദ്ദം, ഏറ്റവും വലിയ മതസൗഹാർദ്ദം അതിവിടെ കൃത്യമായി കാത്തു സംരക്ഷിക്കപ്പെടണം. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് ഭക്ഷിക്കുന്നു, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് വളരെ ശക്തമായി പ്രഖ്യാപിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറായി. ഒരുപക്ഷേ അവൻ ഫലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്ന്
മറ്റു പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ തമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് അള്ളാന്റെ റസൂല് ആ പദപ്രയോഗം നടത്തിയിട്ടില്ല. ഇസ്ലാം പറഞ്ഞ പല ആരാധനാ കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് അള്ളാന്റെ റസൂല് ഫലൈസ മിന്ന എന്ന പരാമർശം നടത്തിയിട്ടില്ല. അയൽക്കാരൻ ആരാവട്ടെ, ഏത് മതക്കാരനാവട്ടെ, അയൽക്കാരനെ ബഹുമാനിക്കണം. അക്രിം ജാറക വലൗ കാന കാഫിറ. ഇത് കേവലം മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പുണ്യനബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീസല്ല. സഹാബത്ത് അത് ജീവിതത്തിൽ പകർത്തിയിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോ ഗുലാമുഹു യസ്ലഹു ശാതൻ, തന്റെ വീട്ടിലെ പരിചാരകനായ കുട്ടി ആടിനെ അറുത്തുകൊണ്ട് നല്ല ആട്ടുമാംസം കൊണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ്. മോനെ, നീ ആദ്യം ഈ ഭക്ഷണം വിളമ്പേണ്ടത്. ഇദാ ഫറഗ്ത ഫബ്ദഅ ബിജാരിനൽ യഹൂദി. ആദ്യം ഈ ഭക്ഷണം വിളമ്പിക്കൊടുക്കേണ്ടത് നമ്മുടെ അയൽക്കാരനായ യഹൂദിക്കാണ് എന്ന് പ്രഖ്യാപിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആട്ടുമാംസം കൊണ്ട് കൊതിയൂറുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കാത്തിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വിളമ്പുന്നതിന് മുമ്പ്, വീട്ടുകാര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അയൽക്കാരനായ യഹൂദിക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽക്കാരൻ ഒരു യഹൂദിയായിരുന്നു, ജൂതനായിരുന്നു. ആ വീട്ടിലെ ജൂതപ്പെണ്ണ്, ജൂതന്റെ ഭാര്യ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ കാണാൻ കടന്നു വരുമ്പോ ആ വീട്ടിന്റെ പരിസരത്ത് വളരെ ശക്തമായ ദുർഗന്ധം, വല്ലാത്ത ദുർഗന്ധം. മുസ്ലിം സമുദായം വളരെ വൃത്തിയുള്ളവരാണ്, ശുദ്ധിയുള്ളവരാണ്, പരിസ്ഥിതിയെ പരിപാലിക്കുന്നവരാണ്, വീടും പരിസരവും നന്നായി ശുദ്ധിയാക്കുന്നവരാണ്. ഈ ജൂത കുടുംബത്തിന് നന്നായിട്ടറിയാം. എന്നിട്ടും ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ പരിസരത്ത് എന്താണ് ഇത്ര വലിയ ദുർഗന്ധം? ആ സഹോദരി പരിശോധിച്ചു. അപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ തെറ്റല്ല, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കുറ്റമല്ല, അവർ വൃത്തിയാക്കാത്തത് കൊണ്ടല്ല, മറിച്ച് എന്റെ വീട്ടിൽ നിന്ന്, ജൂതന്റെ വീട്ടിൽ നിന്ന് അവരുടെ മതില്, അതിന്റെ അടിഭാഗം വിണ്ടുകീറി ദ്വാരമുണ്ടായി. അവിടെ നിന്നുള്ള എല്ലാ വൃത്തികെട്ട വിസർജ്യ വസ്തുക്കളും, മലത്തിന്റെയും മൂത്രയും മറ്റ് വേസ്റ്റുകളുടെയും വൃത്തികെട്ട വിസർജ്യം മുഴുവനും ഒഴുകി വരുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ പരിസരത്തേക്കാണ്. ഞങ്ങളാണ് കുറ്റക്കാരെന്ന് ബോധ്യപ്പെട്ടപ്പോ തിരിച്ച് വീട്ടിലേക്ക് ചെന്ന ഭർത്താവിനോട് കാര്യം പറഞ്ഞു. നിങ്ങൾ ചെന്ന് മാപ്പ് ചോദിക്കണം, ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് ചോദിക്കണം. ജൂതൻ കടന്നു വന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മഹാനവറുകളെ, ഞങ്ങളോട് മാപ്പാക്കണം, ഞാൻ അറിഞ്ഞു ചെയ്തതല്ല. ഈ വേസ്റ്റ്, ഈ മലിനജലം ഞങ്ങൾ മനഃപൂർവ്വം തിരിച്ചുവിട്ടതല്ല, ഞങ്ങൾ ദ്വാരമുണ്ടാക്കി ഇങ്ങോട്ടൊഴുക്കി വിട്ടതല്ല. ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും കുടുംബങ്ങളും ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ്. എത്ര ദിവസമായി നിങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിക്കുന്നു, ഈ ദുർഗന്ധം സഹിക്കുന്നു, ഒരുക്കനോട് പറയാമായിരുന്നില്ലേ? ഹസൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് അതിന് വിഷമമുണ്ടായിട്ടില്ലല്ലോ, ഞങ്ങളെ വേദനിച്ചിട്ടില്ലല്ലോ, ഒരു വേദനയും നിങ്ങളെ അറിയിച്ചിട്ടില്ലല്ലോ. അമറനാ ജദ്ദി റസൂലുള്ളാഹ്, എന്റെ വല്ലിപ്പ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ബിഇക്റാമിൽ ജാർ, അയൽക്കാരെ മാനിക്കണം എന്നതാണ്. അയൽക്കാരന് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, അയൽക്കാരനെ ഏതു കാര്യത്തിലും സ്നേഹിക്കുകയും സഹായിക്കുകയും മാത്രമല്ല, അയൽക്കാരനെ കൊണ്ട് എന്തെങ്കിലും വേദനയുണ്ടായാൽ, എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ആ പ്രയാസം സഹിക്കുക. അയൽക്കാരന്റെ വാക്കിലോ നോക്കിലോ പ്രവർത്തനത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ പോലും അതിന് പ്രതികരിക്കാതെ, അതിന്റെ മുന്നിൽ മുഖം കറുപ്പിക്കാതെ അത് സഹിക്കുക എന്നത് അയൽക്കാരനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. അത് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ജൂതനും കുടുംബവും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇന്നും പത്രത്താളുകളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഉത്തരേന്ത്യയിലെ കഴിഞ്ഞുപോയ പല സ്ഫോടനങ്ങൾ, സംജോത എക്സ്പ്രസും മക്ക മസ്ജിദും മലേഗാവും ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളുടെ
പത്രം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തു വന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചു, സ്വാമി അസീമാനന്ദക്ക് അതിനുവേണ്ടിയുള്ള ശിക്ഷ വിധിക്കുകയാണ് എന്ന്. സത്യത്തിൽ സ്വാമി അസീമാനന്ദ സ്വയം കുറ്റമേറ്റ് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ, ഇന്ത്യ രാജ്യത്തിന്റെ കോടതികൾക്ക് മുന്നിൽ അസീമാനന്ദ എന്ന സ്വാമി സ്വയം കുറ്റമേറ്റ് പറഞ്ഞുകൊണ്ട് ഉണ്ടായ പശ്ചാത്തലം എന്തായിരുന്നു? അബ്ദുൽ കലീം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ തന്നോടൊപ്പം കൽത്തുറുമ്പിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന വളരെ പ്രായം കുറഞ്ഞ 10-25 വയസ്സിന് ചോടയുള്ള അബ്ദുൽ കലീം എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ 1.5 വർഷമായി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാത്ത കുറ്റമാണ്. സ്വാമി അസീമാനന്ദക്കറിയാം അബ്ദുൽ കലീമല്ല കുറ്റം ചെയ്തിട്ടുള്ളത്, ഞാനാണ്, എന്നെപ്പോലെയുള്ളവരാണ്, എന്റെ അനുയായികളാണ് കുറ്റവാളികൾ. എന്നിട്ടും അബ്ദുൽ കലീം എന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വയസ്സനായ സ്വാമി അസീമാനന്ദക്ക് സ്വന്തം അച്ഛനെ പോലെ, സ്വന്തം മുത്തച്ഛനെ പോലെ ആ തടവറയിൽ ഖിദ്മത്ത് ചെയ്തു, സേവനം ചെയ്തു. അസീമാനന്ദക്ക് ഭക്ഷണം കൊടുക്കാനും, അസീമാനന്ദക്ക് മരുന്ന് കൊടുക്കാനും, അസീമാനന്ദയെ ശുശ്രൂഷിക്കാനും ഒരു മുസ്ലിമായ അബ്ദുൽ കലീം എന്ന ചെറുപ്പക്കാരൻ, സത്യത്തിൽ ആ ചെറുപ്പക്കാരന് കിട്ടുന്ന അവസരങ്ങളിൽ അവിടെ പകവീട്ടാമായിരുന്നു, അവിടെ ആക്രമിക്കാമായിരുന്നു, പകയോടുകൂടെ പെരുമാറാമായിരുന്നു. പക്ഷേ അബ്ദുൽ കലീമിനെ അവന്റെ മതം പഠിപ്പിച്ചിട്ടുള്ളത്, പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, കൂടെ കഴിയുന്നവർ, സഹജീവികൾ, സഹവാസികൾ, സഹയാത്രികൾ, അതേപോലെ അയൽക്കാർ, എല്ലാവരോടും അത് ശത്രുക്കളാണെങ്കിൽ പോലും സ്നേഹത്തോടുകൂടെ ജീവിക്കണം, സ്നേഹത്തോടുകൂടെ സൗഹൃദത്തോടുകൂടെ പെരുമാറണം എന്നതാണ്. ഒരുപക്ഷെ അബ്ദുൽ കലീം എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ സൗഹൃദമാണ് ആ കേസുകളിൽ അതിശക്തമായ വഴിത്തിരിവുണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് അനീതി നടക്കുന്നില്ല എന്നല്ല അതിനർത്ഥം. ഇവിടെ ന്യൂനപക്ഷങ്ങൾ പല മേഖലകളിലും അരക്ഷിതരാണ്. ഫാഷിസത്തിന്റെ വെല്ലുവിളിയുണ്ട്, ശത്രുക്കളുടെ അതിശക്തമായ കടന്നാക്രമണങ്ങളുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ മേഖലകളിലും ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ആ ന്യൂനപക്ഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾക്ക് പരിഹാരം ഫാഷിസത്തെ നേരിടാൻ അതേപോലെ തുല്യ നാണയത്തിൽ തീവ്രവാദം വളർത്തുക, തീവ്രവാദത്തിന് സംഘടനകൾ ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് സ്നേഹത്തോടുകൂടെ പെരുമാറുക. ഇന്ത്യയിലെ 100,000 അനുഭവങ്ങൾ അങ്ങനെയാണ്. പല കേസുകൾക്കും വഴിത്തിരിവുകൾ ഉണ്ടായത്. ഗുജറാത്തിലെ കേസുകൾ ഉൾപ്പെടെ പല വഴിത്തിരിവുകൾ മുസ്ലിം സമുദായത്തിന് അനുകൂലമായത്. ഗവൺമെന്റുകൾ, കോടതികൾ അനുകൂലമായി നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായത് മുസ്ലിം സമുദായം സംയമനം പാലിച്ചപ്പോഴാണ്, സമാധാനത്തിന്റെ വഴി തേടിയപ്പോഴാണ്, സഹിഷ്ണുതയുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങിയപ്പോഴാണ്. ആ ശക്തമായ, ഗുണകരമായ, നിർമ്മാണാത്മകമായ, വളരെ ഉന്നതമായ പ്രമേയമാണ് SKSSF ഉയർത്തിപ്പിടിക്കുന്നത്. SKSSFന് ഇതിന് ശക്തമായ യോഗ്യതയുണ്ട്, ധാർമ്മികമായ അവകാശമുണ്ട്, അധികാരമുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും, ഈ രാജ്യം സ്വാതന്ത്ര്യം നേടാനും, ഈ രാജ്യത്തിന്റെ മതേതരത്വവും അഖണ്ഡതയും ജനാധിപത്യ മൂല്യങ്ങളുമൊക്കെ കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ മുൻഗാമികൾ ചെയ്ത ജീവത്യാഗങ്ങൾ, ത്യാഗോജ്വലമായ സമർപ്പണങ്ങൾ, ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവി, ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങൾ, ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ നമ്മുടെ നായകനാണ്. ബഹുമാനപ്പെട്ട വെളിയങ്കോട്ട ഉമർ ഖാദി ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ സമരങ്ങൾ നയിച്ച വെളിയങ്കോട്ട ഉമർ ഖാദി നമ്മുടെ നായകനാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, മഖ്ദൂമുകൾ ഈ രാജ്യത്തിന്, കേരളത്തിന്റെ ചരിത്രത്തിന് അഭിമാനമായി ബ്രിട്ടീഷുകാർക്കെതിരെ, ഫ്രഞ്ചുകാർക്കെതിരെ, ഡച്ചുകാർക്കെതിരെ, പോർച്ചുഗീസുകാർക്കെതിരെ, സകല വൈദേശിക ശക്തികൾക്കെതിരെ അതിശക്തമായി ആത്മാർത്ഥമായി പോരാടിയ നമ്മുടെ മുൻഗാമികൾ, ഔലിയാക്കൾ, തങ്ങന്മാർ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അവർ നമ്മുടെ നായകന്മാരാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നായകന്മാരാണ്. അവരെക്കുറിച്ച് പറയാൻ കേരളത്തിലെ വഹാബികൾക്ക് അവകാശമില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അവകാശമില്ല, ഒരു പ്രസ്ഥാനത്തിനും അവകാശമില്ല. മതസൗഹാർദ്ദം പറയാൻ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പിന്മുറക്കാർ എന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങൾക്ക് ധാർമ്മികമായ അവകാശമുണ്ട്. ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല സംഘടനകളും
സലഫികൾ എന്ന സ്വയം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന വഹാബികൾ ലോകത്തിന്റെ വിഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിനടക്ക് ഏതൊക്കെ രാജ്യത്ത്, ഏതൊക്കെ മുസ്ലിം രാജ്യങ്ങളിലും, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും, മുസ്ലിം ന്യൂനപക്ഷ രാജ്യങ്ങളിലും ഭൂരിഭാഗം എവിടെയൊക്കെ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ തീവ്രവാദ സംഘടനകൾക്ക് വേരുണ്ടാക്കി കൊടുത്തത്, ഭീകരത മുസ്ലിം പക്ഷത്തെ വളർത്തിയത് സലഫിസ്റ്റുകളാണ് എന്നത് ലോകത്തിന്റെ മുഴുവനും വളരെ തെളിവുകളോടുകൂടെയുള്ള ശക്തമായ നിരീക്ഷണമാണ്. നമ്മുടെ രാജ്യത്ത് രാംജത്ത് മലാനി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും വളവും മണ്ണും അന്നവും നൽകി വളർത്തുന്നത് സലഫികളാണ്, വഹാബികളാണ് എന്നത് അത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞാലും കേരളത്തിലെ വഹാബികൾക്ക് അത് പറയാൻ ധാർമ്മികമായ അവകാശമില്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കേവലം മുദ്രാവാക്യം വിളിച്ച് കുമ്മായത്തിന്റെ ഒരു ബക്കറ്റും കുറച്ച് നീലം മഷിയുമായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ചുമരെഴുത്ത് നടത്തിയ സിമി എന്ന് പറയുന്ന വർഗീയ സംഘടന, ആ സിമി എന്ന് പറയുന്ന വർഗീയ സംഘടനയെ ഉണ്ടാക്കിയ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, പിന്നീട് NDF-ഉം പോപ്പുലർ ഫ്രണ്ടും ഒക്കെയായത് ആ സിമിയുടെ പിന്മുറക്കാരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അവരോട് തോടെയുള്ള അവരുടെ സഹയാത്രികരായ ഇഖ്വാനുൽ മുസ്ലിമീനാണ് ഈജിപ്ത് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകിയത്. വർഗീയതക്കും തീവ്രവാദത്തിനും നേതൃത്വം നൽകിയത്, വർഗീയ സംഘടനകൾക്ക്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് താത്വികമായ അടിത്തറ നൽകിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിലാണെങ്കിലും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ സൗഹൃദത്തിന്റെ പാരമ്പര്യം പറയാൻ ഒരിക്കലും ധാർമ്മികമായ അവകാശമില്ല. പിന്നെ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ചില ആളുകൾ ഒരു കാലഘട്ടത്തിൽ ജംഇയ്യത്തുൽ ഇഹ്സാനിയ എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കി, ടൈഗർ സുന്നി എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കി കേരളത്തിലെ അറിയപ്പെട്ട ഹിന്ദുക്കളായ 8ലധികം ആളുകളെ കൊല ചെയ്തതിൽ, ആ കൊലപാതകത്തിൽ പങ്കാളികളുള്ള സംഘടനകൾക്ക് നേതൃത്വം നൽകിയ സാക്ഷാൽ കാന്തപുരം ഗ്രൂപ്പിന് ഈ മതസൗഹാർദ്ദവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അത് ഉയർത്തിരിക്കാൻ ധാർമ്മികമായ അവകാശമില്ല. ഇന്ന് നമുക്കറിയാം, ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാന്തപുരത്തിന്. കാന്തപുരം കഴിഞ്ഞ വർഷം പറഞ്ഞു, കഴിഞ്ഞ വർഷം പത്രക്കാരോട് അഭിമുഖം നടത്തിയിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞങ്ങളുടേത് സുന്നി സംഘടനയാണ്, ഞങ്ങളുടേത് സുന്നി സംഘടനയാണ്. ഞങ്ങളുടെ സുന്നി സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്. കേരളത്തിൽ ഞങ്ങളുടെ സുന്നി സംഘടനയിൽ BJP ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിലുണ്ട് എന്ന് അഭിമാനത്തോടുകൂടെ പത്രക്കാരോട് പറഞ്ഞ കാന്തപുരം, ആ കാന്തപുരത്തിന്റെ ഉള്ളിലിരിപ്പ് ഞങ്ങൾ ഈ അടുത്ത് കൃത്യമായി ബോധ്യപ്പെട്ടു. നരേന്ദ്രമോദിയെ പാടിപ്പുകഴ്ത്തി, നരേന്ദ്രമോദിയുടെ സൽക്കാരത്തിൽ സ്വന്തം മകനെ പറഞ്ഞയച്ചു, നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിച്ചു. കാന്തപുരത്തിന്റെ ലക്ഷ്യം നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ഗുജറാത്തിലെ മുസ്ലിം സമുദായത്തിന്, ഭൂരിപക്ഷ മുസ്ലിം സമുദായത്തിന് എതിരായി നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ബോറ മുസ്ലിങ്ങൾക്ക് ലക്ഷങ്ങൾ അറബിപ്പണം കൊണ്ടുവന്ന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കാന്തപുരത്തിന്റെ ഉള്ളിലിരിപ്പ്. ആരാണ് കാന്തപുരം? മുസ്ലിം സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന, പണമുണ്ടാക്കാനും അധികാരം കിട്ടാനും, അത് ഫാഷിസ്റ്റുകളാണെങ്കിലും വർഗീയ ദുർഭൂതങ്ങളാണെങ്കിലും പാവപ്പെട്ട ഗുജറാത്തിലെ ഗർഭിണികളുടെ വയറ് കുത്തിക്കീറി ഗർഭസ്ഥ ശിശുക്കളെ തൃശൂലം കൊണ്ട് കുത്തിപ്പുറത്തെടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീപ്പന്തമാടിയ ഏത് വലിയ വർഗീയ ഫാഷിസ്റ്റുകളാണെങ്കിലും കിട്ടേണ്ടത് കിട്ടണം എന്ന ലക്ഷ്യത്തോടുകൂടെ, പണം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടെ മാത്രം പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർക്ക് രാഷ്ട്രീയമുണ്ട്. സമസ്തക്കാര് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ്. മുസ്ലിം ലീഗുകാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ സമസ്തയിലുണ്ട്, സമസ്തയുടെ പ്രവർത്തകരുണ്ട്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ SKSSF-ലോ SYS-ലോ ഒരൊറ്റ BJP-കാരനും പ്രവർത്തിക്കുന്നില്ല, ഒരൊറ്റ വർഗീയ പ്രവർത്തിക്കുന്നില്ല. മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്ന, മുസ്ലിം സമുദായത്തെ കൊല്ലുന്ന ഈ കാബാലികർ മതത്തിനെതിരായി, മതസൗഹാർദ്ദത്തിനെതിരായി, മുസ്ലിം സമുദായത്തിനെതിരായി BJP-കാര് ഞങ്ങളിലുണ്ട് എന്ന് സമസ്തയുടെ ഒരൊറ്റ നേതാവും പറഞ്ഞിട്ടില്ല.
ഇത് പറയുന്ന ആളുകൾക്ക് മതസൗഹാർദ്ദം പറയാൻ എന്ത് ധാർമ്മികമായ അവകാശം? മതസൗഹാർദ്ദം പറയാൻ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് അതിശക്തമായ പാരമ്പര്യമുണ്ട്. കഴിഞ്ഞുപോയ സാദാത്തുക്കളുടെ പാരമ്പര്യമുണ്ട്, പാണക്കാട്ട കുടുംബത്തിന്റെ പാരമ്പര്യമുണ്ട്, കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യമുണ്ട്, ശംസുൽ ഉലമയുടെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ ഈ മനുഷ്യജാലിക വളരെ ആവേശത്തോടുകൂടി കൈകൾ കോർത്ത് പിടിച്ച് പ്രതിജ്ഞ ചെയ്യുമ്പോ ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ നിയമപാലകരും ഞങ്ങളെ നിരീക്ഷിക്കുന്ന പൊതുപ്രവർത്തകരും പത്രമാധ്യമങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. മലപ്പുറത്തിന്റെ മണ്ണ് മതസൗഹാർദ്ദത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും മനോഹര പ്രതിരൂപമായി മലപ്പുറത്തിന്റെ മണ്ണ്. ഈ മലപ്പുറത്തുകാരോട് അസഹിഷ്ണുതയോടുകൂടെ പെരുമാറുന്ന ആളുകൾ, അത് ഭരണാധികാരികളാണെങ്കിലും നിയമപാലകരാണെങ്കിലും അത് അവസാനിപ്പിക്കണം. ഏറ്റവും പുതിയതായി മലപ്പുറത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ പാലക്കാട്ടേക്ക് കലോത്സവത്തിന് വണ്ടി കയറിയപ്പോ ഒരു കാര്യം ഭരണാധികാരികൾ മനസ്സിലാക്കണം, ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. മലപ്പുറത്തെ സമർത്ഥരായ കുട്ടികൾ സ്കൂൾ കലോത്സവത്തില് കോട്ടയത്തുകാരെ പിന്നിലാക്കി, എറണാകുളത്തുകാരെ പിന്നിലാക്കി, തിരുവനന്തപുരത്തുകാരെ പിന്നിലാക്കി, കേരളത്തിലെ 10 ജില്ലകളെ പിന്നിലാക്കിയിട്ട് അഭിമാനത്തോടുകൂടെ മലപ്പുറത്തെ കുട്ടികള് കലാമത്സരത്തിൽ ഉന്നതമായ വിജയം നേടിയിട്ടുണ്ട്. ആ പാവപ്പെട്ട പിഞ്ചോമന മക്കള് 13, 14, 15 വയസ്സായ പാവപ്പെട്ട പിഞ്ചോമന മക്കള് തീവ്രവാദികളാണ് എന്ന് ആക്ഷേപിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഈ മനോഭാവം മാറ്റണം. മലപ്പുറത്തിന്റെ മക്കള് കോപ്പി അടിച്ചാണ് വിജയിക്കുന്നത് എന്ന് പറയുന്ന അച്യുതാനന്ദനെ പോലെയുള്ള ഭരണാധികാരികളുടെ അസഹിഷ്ണുത മാറ്റണം. മലപ്പുറത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉന്നതമായ മേഖലകളിൽ മെഡിക്കൽ രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും അതേപോലെ IAS രംഗത്തുമൊക്കെ ഉന്നതമായി പഠിച്ച റാങ്കുകൾ നേടിയെടുക്കുമ്പോ അസഹിഷ്ണുതയോടുകൂടെ നോക്കിക്കാണുന്ന ഈ വർഗീയതയുള്ള മനസ്സ് അത് മാറ്റിയെടുക്കണം. മലപ്പുറത്ത് യൂണിവേഴ്സിറ്റികൾ വരുമ്പോ മലയാള ഭാഷയിലാണെങ്കിലും അതേപോലെ ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിലും അറബിക് ഭാഷയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പോ അതിനെ ഏറ്റവും വലിയ ക്രൂരമായ മനസ്സോടുകൂടെ നോക്കിക്കാണുന്ന ബുദ്ധിജീവികളും പത്രക്കാരും സാമൂഹ്യ പ്രവർത്തകരും മനസ്സിലാക്കണം. ഇവിടെ ഞങ്ങൾ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നത്, ഞങ്ങൾ ഭയപ്പെടുന്നത് വർഗീയവാദികളുടെ, ഫാഷിസ്റ്റുകളുടെ, RSSകാരുടെ, BJPക്കാരുടെ അവരുടെ പ്രത്യക്ഷത്തിലുള്ള വർഗീയതയേക്കാൾ പരോക്ഷമായി ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനങ്ങളെന്നും നല്ല രാഷ്ട്രീയ പാർട്ടികളെന്നും ഒക്കെ സ്വയം പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ കാവലാളുകളായി മാറേണ്ട ഇത്തരത്തിലുള്ള ആളുകളുടെ, പൊതുസമൂഹത്തിന്റെ, പൊതുപ്രവർത്തകരുടെ, രാഷ്ട്രീയക്കാരുടെ, നിയമപാലകരുടെ, സാമൂഹ്യ സാഹിത്യ രംഗത്തുള്ള പ്രവർത്തകരുടെ അവരുടെ ഉള്ളിലുള്ള വർഗീയതയാണ്. മലപ്പുറത്തിന്റെ മണ്ണ്, മലപ്പുറത്തെ മുസ്ലിങ്ങൾ ഒരിക്കലും പെരുമാറിയിട്ടില്ല. ഈ രാജ്യത്തിന് ഗുണങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ മലപ്പുറത്ത് ഞങ്ങളുടെ ആസ്ഥാനത്ത് മലപ്പുറത്തെ സുന്നി മഹൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഗവൺമെന്റ് ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞപ്പോ, ഞങ്ങളോട് എന്ന് പറയുന്നത് അത് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ജില്ലാ പഞ്ചായത്ത് ഈ മലപ്പുറം ജില്ലയിലെ കിഡ്നി രോഗികൾക്ക്, കിഡ്നി ഫെയിലറായ രോഗികൾക്ക് കിഡ്നി വെൽഫെയർ കമ്മിറ്റി ഉണ്ടാക്കി അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഫണ്ട് രൂപീകരിച്ചപ്പോ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളിലൂടെയും പിരിവ് നടത്തി, കളക്ഷൻ നടത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ, കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, അതേപോലെ വ്യാപാര സ്ഥാപനങ്ങളിൽ, വ്യവസായ സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥലത്തും നടത്തി. ആ കൂട്ടത്തിൽ മതസ്ഥാപനങ്ങളിൽ, കലാലയങ്ങളിൽ, അതേപോലെ ആരാധനാലയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഇസ്തിഖാമ മിസ്ബ ഉസ്താദ് DC ആയി പോയതാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരും.
അതുവരെ റേഡിയോയിലുള്ള ശ്രോതാക്കൾ ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് മൈക്കെടുത്തത്. ഏതായാലും വളരെ നല്ല ഒരു പ്രഭാഷണമായിരുന്നു നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് DC പ്രശ്നം വന്നത്. SKSF സംഘടിപ്പിക്കുന്ന മനുഷ്യജാലിക, അതിന്റെ മലപ്പുറം ജില്ലയുടെ പത്തനംതിട്ടയിൽ നിന്നുള്ള വളരെ നല്ല നിലക്കുള്ള ഒരു പ്രസംഗത്തിലാണ് നാം വന്നില്ല. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പ്രൈസ് ഹാൻഡ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. സലാഹുദ്ദീൻ ഫൈസിയുടെയൊക്കെ നല്ല പ്രസംഗം വന്നോ? ഓൺലൈനിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് തന്നെ ഇപ്പോൾ പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. ലൈവ് എത്തിയാ? ഇസ്ഹാഖ് ലൈവാണോ? ഇസ്ഹാഖും ലൈവാണോ? ഇസ്ഹാഖ് മച്ചിങ്ങൽ ലൈവാണോ? അല്ലല്ലേ? ഇസ്തിഖാമ എത്തി. ഇൻഷാ അല്ലാഹ് മൈക്ക് പ്ലീസ്. ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, മെഡിക്കൽ കോളേജുകളുടെ, അതേപോലെ ഉദ്യോഗാർത്ഥികളുടെ കണക്കെടുക്കുമ്പോ മലപ്പുറം ഇപ്പോഴും ഒരുപാട് പിറകിലാണ്. അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇപ്പോഴും ഒരുപാട് പിറകിലാണ്. അധികാരികൾ കണ്ണു തുറക്കണം. രാജ്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ സമ്പത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്ന, ഗൾഫ് നാടുകളിൽ പോയിട്ടാണെങ്കിലും ഇവിടെ പണിയെടുത്താണെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഈ സമുദായത്തിന്റെ കണ്ണുനീര് കാണാതെ പോകരുത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മതസൗഹാർദ്ദത്തിന് വേണ്ടി വളരെ ശക്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അതേപോലെ എഞ്ചിനീയറിംഗ് കോളേജ് വരെ ധാരാളം സ്ഥാപനങ്ങൾ സമസ്ത നടത്തുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ജനതയ്ക്ക് പുരോഗതി ഉണ്ടാവണം. ആ സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. ഇത് ശംസുൽ ഉലമ പഠിപ്പിച്ച പാരമ്പര്യമാണ്. ഇത് കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ച പാരമ്പര്യമാണ്. ഇത് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു തങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യമാണ്. വിദ്യാഭ്യാസത്തിന്, രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് അതിശക്തമായ പ്രാധാന്യം നൽകിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ SKSF അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കൊരിക്കലും വിശ്രമമില്ല. ഇൻഷാ അല്ലാഹ് ഒരുപാട് മേഖലകളിലെ പ്രവർത്തന പദ്ധതികളുമായി SKSF മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സുന്നി യുവജന സംഘത്തിന്റെ ഐതിഹാസികമായ വാർഷിക മഹാസമ്മേളനം ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങളുടെ ഒരുപാട് പ്രവർത്തന പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, ദഅവാ രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മതത്തിന്റെ അതിർവരമ്പുകൾ നോക്കാതെ എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണാത്മകമായ പ്രവർത്തന പദ്ധതികളുമായി അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രയാണത്തിൽ രാജ്യത്തിനും മതത്തിനും സമൂഹത്തിനും സമുദായത്തിനും ശത്രുക്കളായി വരുന്ന ആളുകളെ അവരെ തുറന്ന് കാണിച്ചു കൊടുക്കാനും അവർക്കെതിരെ പ്രചാരണം നടത്താനും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻഗാമികൾ ഏൽപ്പിച്ച പാരമ്പര്യത്തിലൂന്നിയ ധാർമ്മികമായ ഒരു പ്രകാശനവുമുണ്ട്. അതാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ചൂഷകരെ, വഞ്ചകരെ, ദുശക്തികളെ അവരെയൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് സുന്നി യുവജന സംഘത്തിന്റെ ഐതിഹാസികമായ സമ്മേളനം വരാനിരിക്കുകയാണ്. SKSF-ന്റെ ക്യാമ്പയിനുകൾ വരാനിരിക്കുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അതിശക്തമായ ഇസ്സത്തിന് വേണ്ടി ബിദ്അഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ അതിശക്തമായുള്ള ഞങ്ങളുടെ മുന്നേറ്റം അതിശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കും. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ബോധവൽക്കരണവും സമരങ്ങളും അപ്രകാരം തന്നെ പരസ്യമായ പ്രചാരണ പരിപാടികളും സംഘടന തുറന്നുകൊണ്ടേയിരിക്കും. ആത്മീയ ചൂഷകർക്കെതിരെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന കൊടും വഞ്ചകർക്കെതിരെ അതിശക്തമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ഉന്നതമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെ ഗതികേട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയല്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ അങ്ങേയറ്റം മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടുന്നോ കൊണ്ടുവന്ന ഒരു ചട്ടി അത് അല്ലാഹുവിന്റെ റസൂലിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ വഞ്ചിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. നിങ്ങളുടെ അനുയായികൾ, കാന്തപുരത്തിന്റെ അനുയായികൾ തന്നെ ഈ കൊടും വഞ്ചന മനസ്സിലാക്കി ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുടി കൊണ്ടുവരുമ്പോഴും ചട്ടി കൊണ്ടുവരുമ്പോഴും ഇനി അടുത്ത കൊല്ലം വലിയ കലം തന്നെ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരുന്നുവോ നിങ്ങളുടെ അനുയായികൾ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. അവസാനം കാന്തപുരം ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ രാജകുമാരനായി പണത്തിന്റെ മേലെ പറക്കാമെന്ന് ആഗ്രഹിച്ചാലും രാജാതിരാജനായ റബ്ബ് നിങ്ങളെ കൊണ്ടൊക്കെ പിച്ചച്ചട്ടി എടുപ്പിക്കുന്ന അതിനെ ഭയക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുമ്പോ, മുത്തുനബിയെ ഇകഴ്ത്തുമ്പോ അതിന്റെ അപകടം തിരിച്ചറിയണം. താൽക്കാലികമായി സംഘടനയെ പിടിച്ചു നിർത്താൻ വേണ്ടി, താൽക്കാലികമായി സ്വന്തം അനുയായികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർക്ക് മുടിവെള്ളം കുടിപ്പിക്കാം, അവർക്ക് ചട്ടിയിലെ വെള്ളം കുടിപ്പിക്കാം. അങ്ങനെ പല കോപ്രായങ്ങളും നിങ്ങളെ കൊണ്ട് സാധിച്ചേക്കാം. പക്ഷേ ഇതിനൊക്കെ ഒരറുതിയുള്ള ഒരു കാലം വരും. അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്ന, ഇസ്ലാമിനെ തകർക്കുന്ന, ഇസ്ലാമിനെ കളവാക്കുന്ന, ഇസ്ലാമിലും അപ്രകാരം ഇസ്ലാമിന്റെ ആത്മീയതയിലുമുള്ള മുസ്ലിം സമുദായത്തിന്റെ ഈമാനിൽ നിന്ന്, മുത്തുനബിയോടുള്ള യഥാർത്ഥ മഹബത്തിൽ നിന്ന് സമൂഹത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള പല ദുശക്തികളും വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് ഖിയാമത്ത് നാളിന്റെ അടയാളമായി മുമ്പേ ഞങ്ങളോട് പ്രവചിച്ചു തന്നിട്ടുണ്ട്. കാന്തപുരത്തെ പോലെ പല ആളുകളും വരും എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അത്തരത്തിലുള്ള ദജ്ജാലിയത്തുകൾക്കെതിരെ, അത്തരത്തിലുള്ള കസാബുകൾക്കെതിരെ അതിശക്തമായ പ്രയാണവും പ്രചാരണ പരിപാടികളും നടത്തിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. പടച്ച റബ്ബിന്റെ സഹായമുണ്ട്, മുത്തുനബിയുടെ മദതുണ്ട്. അത് ഞങ്ങളുടെയൊക്കെ എത്രയോ അനുഭവങ്ങളാണ്. ആ ശക്തമായ പ്രചാരണങ്ങൾ തുടരും. SKSSF-ന്റെ പ്രവർത്തകർക്ക് ഒരിക്കലും വിശ്രമമില്ല. ഒരു മനുഷ്യജാലിക കഴിഞ്ഞാൽ അടുത്ത മനുഷ്യജാലിക, ഒരു സമ്മേളനം കഴിഞ്ഞാൽ അടുത്ത സമ്മേളനം. സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിന് വേണ്ടി SKSSF-ന്റെ കുട്ടികളുടെ ശക്തമായ പ്രയാണം പാണക്കാട്ട് കുടുംബത്തിന്റെ, പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ തുടരുക തന്നെ ചെയ്യും. ആ കുത്തൊഴുക്കിനെ, ഈ ശക്തമായ ഒഴുക്കിനെ, ഈ ശക്തമായ പ്രയാണത്തെ തടുത്തു നിർത്താൻ ഒരു കാന്തപുരത്തിന്റെ വറച്ചട്ടിക്കോ ഒരു തരത്തിലുള്ള ചൂഷണങ്ങൾക്കോ സാധ്യമല്ല എന്ന് വളരെ ആവേശത്തോടുകൂടി, അഭിമാനത്തോടുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.